ഇത് കാട്ടിലേക്കുള്ള വഴിയാ തോന്നുന്നുണ്ട്. രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ഒരു കാട്ടുപന്നി മുന്നിൽ ചാടി എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ട് വീഴാതെ നമ്മുടെ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു വീഴ്ച കാണാൻ ചാൻസ് ഉണ്ട്. പാമ്പ് വല്ലതും ഉണ്ടാവുക. എങ്ങനൊക്കെ കൊണ്ടുപോണ്ട് കാലിലൊക്കെ എന്തൊക്കെ തടയണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ നമ്മളെ മലപ്പുറത്തെ പോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും എല്ലാവരും ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഭാര്യ വീട്ടിൽ ഇതുപോലെ പോസ്റ്റ് ആയിട്ടിരുന്നിട്ടുണ്ട് ആരെങ്കിലും? ഭാര്യ കിടന്ന് ഉറങ്ങാട്ടോ. എന്ത് വിധീത്. ഫസ്നത്താത്ത ഇതുവരെ എണീറ്റിട്ടില്ല. ഞാൻ കുറേ നേരം വിളിക്കണം, പക്ഷെ മോശമാണ്. എണീക്കുക. അപ്പോൾ സ്വന്തം വീട്ടിലാണ് അത്ര ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു അവസ്ഥ നോക്കി. ഞാൻ ഇങ്ങനെ രാവിലെ എണീക്കും, സിറ്റൗട്ടിൽ പോയിരിക്കും, പിന്നെ ഇവിടെ വന്നിരിക്കും. അങ്ങനെ ഫസ്റ്റിന് എണീറ്റ് വന്നിട്ടുണ്ട്. ചായ കുടിക്കും. ഞാൻ ആലോചിക്കുന്നത് എത്ര കുടിച്ചിട്ട് ചായ തീരുന്നില്ല. കുറേ നേരമായി കുടിക്കാൻ തുടങ്ങിയിട്ട്. ഈ ഗ്ലാസിൻ്റെ വലിപ്പം നോക്കി, 3 ഗ്ലാസ് ചായ ഉണ്ട് തോന്നുന്നുണ്ട്. ഇവരെന്നെ കുടിപ്പിച്ച് കൊല്ലും. ഫസ്നാൻ്റെ വീടിൻ്റെ അടുത്തുള്ള റബ്ബർ കൃഷിയാണത്. ഇതൊക്കെ അവരെ റബ്ബറിൻ്റെ കൃഷിയാണ്. ഇതാണ് ഫസ്നാൻ്റെ വീട്. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കൃഷിയാണ് റബ്ബർ. ഇവിടുത്തെ മെയിനായിട്ടുള്ള വരുമാനം ഇത് റബ്ബർ ഷീറ്റാക്കിയിട്ട് വിറ്റിട്ടാണ് ഇവർ മെയിനായിട്ടുള്ള വരുമാനം. ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് ഞാൻ നാട് ചുറ്റാൻ ഇറങ്ങി നട്ടുച്ചക്ക്. ഇതാണ് ഇവരൊരു ഫുട്ബോൾ ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഇവിടെ വെച്ചിട്ട് ഞങ്ങളെ വെഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ട് അല്ലേ? ഫോട്ടോഷൂട്ട്. ഇത് ഇവിടെ നല്ല ഇവിടെ ഭയങ്കര രസമാണ്. ഈവനിങ് ആയി കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ക്രിക്കറ്റ് കളിയും, ഒരു നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ കാണാൻ. ഇവിടെ വീടിൻ്റെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ. ഇത് കാട്ടിലേക്കുള്ള വഴിയാ തോന്നുന്നുണ്ട്. അയ്യോ, എനിക്ക് കയറ്റം കയറാൻ ഭയങ്കര പണിയാട്ടാ. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പോയോക്കാം. അയ്യോ, നല്ല അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട്. പക്ഷെ എൻ്റെ കൂടെ ഫസ്റ്റിന് മാത്രമേ ഉള്ളൂ ഗേളായിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകണ്ട വിചാരിച്ചിട്ടാണ്. സേഫ് അല്ലാത്ത പോലെ ഫീൽ ചെയ്തു. നൈസ്. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് പ്രകൃതി രമണീയമായ സ്ഥലം കാണിച്ചതാണ്. കണ്ടു കണ്ണ് തുറന്ന് കണ്ടു. അതെ, ആകെ ഇത് മാത്രമേ തോന്നുന്നു നല്ല രസമുള്ള സ്ഥലം. എവിടെ? ഞാൻ കാണിച്ചു. അപ്പോ തിരിച്ചു പോവാം. രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ഇതിൽ കൂടെ പോയപ്പോഴേ വെള്ളം ചാടണ ഒരു സൗണ്ട് കേട്ട്. ഇവൾക്കും അറിയില്ല എന്നാണ് സ്ഥലം. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. ബൈക്ക് ഇത് അവിടെ വെച്ച് ഈ സ്ഥലം കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നു. ഇന്നലെ രാത്രി ഞങ്ങളെ ഫസ്നാൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കാട്ടുപന്നി മുന്നി ചാടി. ഇവിടെ നിന്നല്ലേ? ഒരു കാട്ടുപന്നി മുന്നി ചാടി. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ട് വീഴാതെ. അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തുനിന്ന് ഒരു കാറേരെ ഇങ്ങനെ കുറേ നേരം ഒരു റോഡിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ നിർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തേന്ന് ചോദിച്ചപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ വലിയൊരു മലമ്പാമ്പ്. ഇവള് കാട്ടിനുള്ളിലാണ് ജീവിക്കണേ. നിക്കായിന് വന്നപ്പോൾ അത് അതിൻ്റെ മേലെ ഞങ്ങൾക്ക് റൂം. തലേന്ന് വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ അവിടെ പരിപാടിക്ക് പോയത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്ന സ്ഥലം. കണ്ടില്ല ആകാശം. ഇതിൻ്റെ ഈ വരാന്തി വെച്ചിട്ടായിരുന്നു മറ്റേ വീഡിയോ. ഇനി എൻ്റെ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ വരിക്ക് നിന്നിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ ഗൈസ്. ഇതാണ് ഫസ്റ്റിനെ പഠിച്ച സ്കൂള്.
ഹയർ സെക്കൻഡറി. ഇവിടുത്തെ ഹെഡ് മാസ്റ്ററെ കാണാൻ പറ്റുമോ? അതൊന്ന് ചോദിക്കായിരുന്നു. പഠിക്കുന്ന കാലത്ത് കുറച്ചെങ്കിലും ബുദ്ധി പറഞ്ഞു കൊടുക്കാന്നുണ്ടെങ്കിലേ. ഇതാണ് ഇവിടുത്തെ ഏക ഓഡിറ്റോറിയം. ഇവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങളെ നിക്കാഹും കല്യാണം എല്ലാം. ഇത് കഴിഞ്ഞാൽ പിന്നെ എത്രയോ കിലോമീറ്റർ അപ്പുറമാണ് വേറെ ഉള്ളത്. 10-15 കിലോമീറ്റർ അപ്പുറം പോകണം. ഇവിടെ ഒരു തോട്ടം കാണിക്കാൻ കൊണ്ടുപോവാണ്. അഡ്വഞ്ചർ യാത്ര കേട്ടോ. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദി അവളാണ്. പണ്ട് മരത്തിൻ്റെ ഇതേപോലെ വീണെടുക്കുന്ന മരത്തിൻ്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ ആടിയിട്ട് ഇങ്ങനെ ആടിയിട്ട് ബസ്സായി കളിക്കായിരുന്നു ഞങ്ങൾ. എടാ രാമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴി അറിയില്ല. ഈ മരത്തുമ്പോ കൂടെ നടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. അയ്യോ ഗൈസ്, ഈ തോട് നീന്തി കടന്നിട്ട് വേണം അത്ര അക്കരെ പോവാൻ. വല്ല അഡ്വഞ്ചർ ട്രിപ്പ് വന്ന പോലെ ഉണ്ട് ഗൈസ്. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരു വീഴ്ച കാണാൻ ചാൻസ് ഉണ്ട്. നമുക്കത് കണ്ടിട്ട് പോവാം. വീണില്ലേ? ചിലപ്പോൾ ഞാനായിരിക്കും വീണത്. ഇതല്ല, ഇതിനപ്പുറം നീന്തി കടന്നവനാണ്. ആയതൊന്നും വേണ്ട. വഴുക്കൂല. പാമ്പ് വല്ലതും ഉണ്ടാവുക. എങ്ങനൊക്കെ കൊണ്ടുപോണ്ട് കാലിലൊക്കെ എന്തൊക്കെ തടയണ്. കൃഷി കാണിക്കാൻ കൊടുക്കുന്നത് അത്ര. എനിക്കും ലാലേട്ടന് പിന്നെ പണ്ട് മുതലേ കൃഷിനോട് കുറച്ച് കമ്പുള്ളതുകൊണ്ട് വന്നതാ. ഒരു നായല്ലേ കുരക്കുന്ന. ഇതാണ് ഈ പറഞ്ഞ പ്രകൃതി രമണി. വാവ്, ഇഷ്ടായി. ഒരു പാലക്കാടൊക്കെ പോയൊരു ഫീൽ കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ്. നമ്മളെ നാട്ടില് പാലക്കാട് അങ്ങനത്തെ ഏരിയയിൽ എങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടുത്തെ മെയിൻ കൃഷി എന്താന്ന് പറഞ്ഞാൽ ഇതാ കപ്പയാണ് ഇവിടുത്തെ മെയിൻ കൃഷി. ഇവര് നമ്മൾ ഈവനിങ് പരിപ്പുവട അങ്ങനത്തെ ഒക്കെ അല്ലേ കഴിക്കുക. ഇവര് മെയിനായിട്ട് എല്ലാ പ്രോഗ്രാം ആയാലും ഈവനിങ് ആയാലും സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യുക കപ്പകളുടെ ഐറ്റംസാണ്. കപ്പ ബിരിയാണി, കപ്പ പുഴുങ്ങിയത്, അങ്ങനെ ആയിട്ട് നല്ല രസമുണ്ടല്ലോ. ആകാശത്തിന്റെ ഷെയ്ഡും ആ മലയും നൈസ്. എനിക്കിഷ്ടായി. ഞാൻ നിങ്ങൾക്ക് പ്രകൃതി രമണീയത കാണിച്ചിരുന്നു പറഞ്ഞു. ഇത് കണ്ടോ? ആകെ ഇതേ ഉള്ളൂ. എത്ര കാണിച്ചു. നമുക്ക് ഇവിടുത്തെ മാടം എക്സ്പ്ലോർ ചെയ്യാം. നിറയെ ഫസ്ന കൃഷിയാണ് ഇവിടെ ഈ സൈഡ്. അതായത് വാഴക്കൃഷി. ഇങ്ങോട്ട് കപ്പ. ഇതാ അതിന്റെ അപ്പുറത്ത് കാണുന്നില്ല ലൈറ്റ് ചെയ്യാതെ. എന്ത് ഇത് മാടം. അതായത് ഇവര് എന്താണ് ഇവിടുത്തെ പണിക്കാര് തോട്ടത്തിൽ നല്ല കാട്ടുപന്നി ശല്യം കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നൈറ്റ് തോട്ടം നോക്കാൻ ഒരാളുണ്ടാവും എപ്പോഴും. അജിക്ക, നിങ്ങൾക്ക് ഞങ്ങളുടെ നാടിനെ പറ്റി എന്താ അഭിപ്രായം? ഇത് കണ്ടപ്പോ ഞാൻ നോക്കട്ടെ. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ പച്ചപ്പ്, കുന്ന്, മല,
എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മളിപ്പോൾ ഞാൻ മലപ്പുറത്തല്ലേ, അവിടെ നമ്മളെപ്പോഴും ഇങ്ങനെ പറയും മലപ്പുറത്ത് ഭയങ്കര മതസൗഹാർദ്ദമാണ്, അത് വേറെ എവിടെയും കിട്ടൂല എന്നൊക്കെ. സംഭവം സത്യമാണ്, മലപ്പുറത്ത് നല്ല മതസൗഹാർദ്ദമാണ്. പക്ഷെ വേറെ എവിടെയും ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇവിടെ ഉള്ള ആൾക്കാർ, ഞാൻ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാവരും ആയിട്ട് ഞാൻ കമ്പനിയായി കുറേ കാലമായിട്ട് എല്ലാവരും ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ നമ്മളെ മലപ്പുറത്തെ പോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും എല്ലാവരും ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്ത് മാത്രമല്ല, കേരളത്തിൽ ഞാൻ കണ്ട കേരളത്തിലെ എല്ലാവരും ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇവിടുത്തെ ഭക്ഷണം എനിക്കങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പണ്ടാരം കൂടുതലുള്ളതുകൊണ്ടാണാവും ഇവള് തന്നെ ഇപ്പൊ മലപ്പുറം കാര്യമായി. അങ്ങനെ മലപ്പുറം കൊല്ലം അങ്ങനെ വലിയൊരു വ്യത്യാസം സംസാരത്തിലായാലും അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ആയാലും എനിക്ക് വലിയൊരു, അവിടെ തെങ്ങുകളാണെങ്കിൽ ഇവിടെ റബ്ബർ, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ പ്രകൃതി രമണീയത എവിടെയാ കൂടുതൽ അല്ലേ? ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു. അല്ലെ വേണ്ട, നിങ്ങൾക്കും ഉണ്ട്, സമ്മതിച്ചെന്ന് ഞാൻ. ഇതെന്താ അറിയോ? ഇതെന്ത് മരാന്നറിയോ ഈ മുറിച്ചിട്ടിട്ടുള്ളേ? ഇത് റബ്ബറല്ലേ? ഇത് റബ്ബറോ? പിന്നെ ഇതാണ് പുളി, കൊടംപുളിന്റെ മരാണ്. ഇതാ കാണുന്നതാണ് കൊടംപുളി. ഇതാണ് കൊടംപുളി. ഇത് പഴുത്തത് ഇവിടെ എവിടെയോ ഉണ്ട്. ഇത് നമ്മൾ തിന്നുട്ടോ, അതിന്റെ അകത്ത് കുരു നമ്മൾ തിന്നു. മതി വീണാണ്. പറച്ചോനെ വയസ്സ് 30 അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ എന്താണ് അവിടെയൊക്കെ ചെറുപ്പത്തിൽ ഇതേപോലെ തെങ്ങ് വീണെടുക്കണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കയറുന്നത് ബാക്കിൽ ഇങ്ങനെ ഓരോരുത്തർ ഇരിക്കുന്നുണ്ട്, ഒരാൾ ഡ്രൈവർ ഫ്രണ്ടിൽ, അതേപോലെ ഫീലിംഗ്. പോരെ. അപ്പോ നേരെ ഒരുപാടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ചു കയറി, കാരണം ഈ നേരത്ത് സേഫ് അല്ല അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് തിരിച്ച് മലപ്പുറത്തേക്ക് പോകും. നൈറ്റ് 1:15 ബസ്, ഇൻഷാ അല്ലാ. അപ്പോൾ ഭാര്യ വീട്ടിലത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഭാര്യയുടെ എത്തിയതാ. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കീപ് സപ്പോർട്ടിങ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. പ്ലേസ് പറഞ്ഞില്ലല്ലോ നമ്മള്. അപ്പോൾ ഇത് കലഞ്ഞൂര് പാടം ജംഗ്ഷൻ എന്നൊരു സ്ഥലമാണ്. പത്തനംതിട്ട കൊല്ലം ബോർഡർ, അതായത് ഒരു റോഡിന്റെ അപ്പുറം പത്തനംതിട്ട, ഇപ്പുറം കൊല്ലം, അങ്ങനത്തെ ഏരിയയാണ്. ഇവിടെ മെയിൻ റോഡിന്റെ അപ്പുറം കൊല്ലം, അല്ല അപ്പുറം പത്തനംതിട്ട, ഇപ്പുറം കൊല്ലം എന്ന രീതിയിലാണ്. എന്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ്. ഇവിടെ വീട് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. So it's time to wind up. Keep supporting, don't forget to subscribe. Okay, bye bye.